ഇന്ന് നമുക്ക് നല്ല നാടൻ ക്രിസ്പി കുഴലപ്പം ഉണ്ടാക്കിയാലോ? അപ്പോൾ തുടങ്ങാം. അപ്പോൾ അതിനാദ്യം തന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, തേങ്ങ എന്നിവ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. അടുത്തതായി ഒരു ബൗളിലേക്ക് വറുത്ത അരിപ്പൊടി എടുക്കാം. വറുത്ത അരിപ്പൊടി തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിലേക്ക് ജീരകം, കറുത്ത എള്ള്, പിന്നെ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാവ് സെറ്റാക്കാനായിട്ട് ചെറു ചൂടുവെള്ളമാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. മാവ് കുഴച്ച് സെറ്റായതിനു ശേഷം അത് മൂടി വയ്ക്കാം. തുറന്നിരുന്നാൽ മാവ് പെട്ടെന്ന് ഡ്രൈ ആകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് കേട്ടോ മൂടി വയ്ക്കുന്നത്. ഇനി അടുത്ത പ്രോസസ്സ് ഈ മാവ് അങ്ങോട്ട് പരത്തിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി പരത്തുന്ന കല്ലിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയെടുക്കാം. ഒരു പാത്രം എടുത്ത് അതിൻ്റെ പുറകിലും ഇതുപോലെ ഓയിൽ തടവി കൊടുക്കാം. ഇനി മാവിൽ നിന്നും കുറച്ചെടുത്ത് ഉരുട്ടി കല്ലിലേക്ക് വെച്ച് അതിന് പുറത്ത് ഓയിൽ തടവി വെച്ചിരിക്കുന്ന പാത്രം വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. അത് മറിച്ചിട്ട് ഒന്നോടെയും പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം വലുപ്പത്തിൽ പരന്ന് കിട്ടും കേട്ടോ. ഇനി ഈ സാധനം അങ്ങോട്ട് കയ്യിലെടുത്ത് മടക്കി രണ്ട് സൈഡും കൂടെ ചേർത്ത് വെച്ച് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കുഴലപ്പത്തിൻ്റെ ഷേപ്പൊക്കെ ആയി വന്നിട്ടുണ്ടാവും. വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ നമുക്ക് തുടങ്ങാം. മുകളിൽ പാത്രം വെച്ച് പ്രസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ചപ്പാത്തിക്കോല് തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഞാനത് ഉപയോഗിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം റൗണ്ട് ഷേപ്പൊന്നും വരാറില്ല. അതുകൊണ്ടാണ് പാത്രം ഉപയോഗിക്കാറ്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് തരാം. നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയും. അപ്പോൾ ആദ്യത്തെ ടിപ്പ്, ഈ മാവ് പരത്തി കഴിയുമ്പോൾ വറുത്ത പൊടി ആയതുകൊണ്ട് തന്നെ കൈ കൊണ്ടെടുക്കുമ്പോൾ ചിലപ്പോൾ പോകുന്നില്ല എന്നൊക്കെ വരും. അത് പൊട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒരു പരന്ന ഒരു തവിയൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ പൊക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഈസി ആയിട്ട് പോകുന്നില്ലേ? അതുപോലെ ഇനി ടിപ്പ് നമ്പർ 2, ഇനി ഈ സൈഡുകൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ പ്രോപ്പറായിട്ട് ഒട്ടാണ്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് വെള്ളത്തിൽ പയ്യൊന്ന് വിരലുകൾ മുക്കിയതിന് ശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ചിലർ വെള്ളത്തിന് പകരം മൈദാമാവിൽ മുക്കിയിട്ടും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ എളുപ്പം അത് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ കഴിഞ്ഞു. ഇനി കുക്കിങ്ങിലേക്ക് വരാം. ചട്ടി അടുപ്പത്ത് വെക്കുക, ഓയിൽ ഒഴിക്കുക. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് പരത്തി മടക്കി വെച്ചിരിക്കുന്ന കുഴലപ്പങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കുക. അതങ്ങനെ കിടന്ന് വെന്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ മറിച്ചിടാം. അതങ്ങനെ മറിച്ചും തിരിച്ചിട്ട് കുഴലപ്പങ്ങളെല്ലാം വറുത്ത് ഊരി എടുക്കുക. ഇതാ നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പി കുഴലപ്പം അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട.